രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. അവൾ അവനെ വിളിച്ചെന്ന് അവളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ച് കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിർത്തിയ ശേഷം അവൾ തന്റെ മകനോട് ഇനി പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്ന് പോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. ഈ പോയി എണ്ണ പിന്നെ കടക്കിട്ടി ശേഷം കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൂടാ എന്ന് പറഞ്ഞു. ഈ വചനങ്ങളാൽ പരിശുദ്ധ കർത്താവ് നമ്മളെ ഇന്ന് പകലിൽ ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു തിരുവചന ഭാഗമാണ് സ്വർഗത്തിലെ ദൈവം ഇന്ന് നൽകുന്നത്. ഞാനതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ഒരു വചന ഭാഗം കേൾക്കാത്ത ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഹല്ലേലൂയ. വളരെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും അനവധി പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്ത നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ അറ്റുപോയ പല സാഹചര്യത്തിലും ഈ വചനമൊക്കെ നമ്മളെ എന്ത് ചെയ്യാറുണ്ട്? ധൈര്യപ്പെടുത്താൻ, ഈ വചനം നമ്മളെ ബലപ്പെടുത്താൻ, ശക്തീകരിക്കാൻ ജീവിതത്തിൽ അനുഭവിച്ചവരുണ്ട്. രാമൻ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായമാണ്. അതിന്റെ പ്രാരംഭ പാരഗ്രാഫാണ് പ്രിയ സഹോദരി ഇവിടെ വായിച്ചത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ദൈവം താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അറിയിക്കുവാൻ ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ നിരകളെ തെരഞ്ഞു പിടിച്ചു കൊന്നുകളയുമ്പോൾ അനവധി ജനം മനം തിരിഞ്ഞ് മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് പറയാൻ, ദൈവത്തിന് ചെയ്യാനുള്ളത് ചെയ്യിപ്പിക്കാൻ ദൈവം ഒരുവനെ കണ്ടെത്തി. അതാണ് തിശ്ബ്യനായ ഏലിയാവ്. ഏലിയാവിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഏലിയാവിലൂടെ ഒരു കാലഘട്ടത്തിൽ ദൈവം വളരെ ഈടുറ്റ ശക്തമേറിയ പ്രവചനങ്ങളും പ്രവർത്തികളും ചെയ്തു. ജീവിക്കുന്ന ദൈവം യഹോവയാണെന്ന് മറ്റുള്ളവർ കാണത്തക്കവണ്ണം സ്വർഗം തുറന്ന്, ആകാശം തുറന്ന് ദൈവം തന്റെ തീ കൊണ്ട് എന്ത് ചെയ്തു? ഉത്തരമരുളിയ സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു. തന്റെ കാലഘട്ടം ഏകദേശം കഴിയാറായി. അടുത്ത കാലഘട്ടത്തിലേക്ക് ദൈവം തെരഞ്ഞെടുത്ത ഒരുവനെ ഏലിയാവിന് വെളിപ്പെടുത്തി കൊടുത്തു.
ഹല്ലേലൂയ. ആ വെളിപ്പെടുത്തി കൊടുത്ത തന്റെ ശുശ്രൂഷ കാലയളവ് കഴിഞ്ഞ് അടുത്തത് ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാകുന്ന എലീഷ. ആ എലീഷ, ഹല്ലേലൂയ, സ്തോത്ര, എലീഷയുടെ മേൽ തന്റെ പുതപ്പിട്ട സംഭവങ്ങൾ നമുക്കറിയാം. സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തിട്ട് ആ മനുഷ്യൻ ഏലിയാവിന്റെ പിന്നാലെ നടന്നു. പലപ്പോഴും പലരും പറഞ്ഞു, നീ ഹല്ലേലൂയ അവന്റെ പുറകെ പോകുന്നതിന്റെ കാര്യം എന്താണ്? ഹല്ലേലൂയ അവന്റെ ആത്മാവ് നിന്റെ മേൽ വരുമോ? ഏലിയാവ് തന്നെ പറഞ്ഞു, നീ ഇവിടെ പാർക്ക്, ഇവിടെ പാർക്ക്, ഇവിടെ പാർക്കെന്ന് പല സന്ദർഭങ്ങളിൽ പറഞ്ഞു. അവിടെയൊന്നും എലീശ നിന്നില്ല. എലീശയ്ക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കന്റെ മേൽ വരണം. ഹല്ലേലൂയ. നമുക്ക് ആ ചരിത്രമൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഓടിച്ചു പറഞ്ഞു വിടുന്നത്. ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ട മനുഷ്യനാണെന്ന് ഞാൻ പറയാമെന്ന് നിങ്ങൾക്കറിയാം. അത് കണ്ട എലീശയുടെ മേൽ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഇറങ്ങി വന്നു. തന്റെ മേലുള്ള സ്വർഗീയ അധികാരത്തെ, അഭിഷേകത്തെ താൻ തുടർന്ന് മുൻപോട്ട് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അക്കരെ നിന്ന പ്രവാചകന്മാർ, പ്രവാചക ശിഷ്യന്മാർ, അവര് നോക്കുമ്പോൾ അവര് എലീശയുടെ വരവ് കണ്ടിട്ട് അവര് പറഞ്ഞു, ഏലിയാവിന്റെ ആത്മാവ് ഇവന്റെ മേലുണ്ട്. അങ്ങോട്ട് പോയപ്പോ ആരൊക്കെയാ പോയെ? ഏലിയാവും എലീശയും കൂടെ. ഇങ്ങോട്ട് വന്നപ്പോ ആരാ വന്നേ? എലീശ. പക്ഷെ അവര് പറഞ്ഞു, ഏലിയാവിന്റെ മേലുള്ള ആത്മാവ് എലീശയുടെ മേൽ ഉണ്ട്. കേട്ടോ? എലീശയെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, എലീശയുടെ മേൽ ഒന്നുണ്ട്, ഒരു ദൈവാത്മാവ് ഉണ്ട്. നമ്മളെ കാണുമ്പോൾ എന്ത് ചെയ്യണം? അല്ലാതെ ബോധമുള്ള മതിയില്ല, പറയിപ്പിക്കും. ചിലതിനൊക്കെ എലീശ കണ്ടപ്പോ മനസ്സിലായി, ഇവന്റെ മേൽ ഒന്നുണ്ട്. എന്തുണ്ട്? ദൈവാത്മാവ്. ഞങ്ങൾ ഈ ചില മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ ചിലരെ കാണുന്നുണ്ടേ പറയും, എന്റെ പൊന്നച്ചാ ദുര്യാത്മാവ്. കാണുമ്പോ അറിയാല ദുര്യാത്മാവ്. ചിലരൊക്കെ പറയാറുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അകത്ത് വസിക്കുന്നവരെ കാണുമ്പോ അറിയാം. ദൈവത്തിന്റെ ആത്മാവ് അകത്ത് നല്ല മിന്നിത്തിളങ്ങുന്ന ഡ്രസ് ഇടുവെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെ പുറമേ കാണുമ്പോൾ നമുക്കറിയാം, അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോ തന്നെ ഒരു തേജസ് ഉണ്ടാവും, ഒരു തേജസ് ഉണ്ടാവും. ഒരു തേജസ്. അത് നിറത്തിലല്ല. തേജസ് എന്ന് പറയുന്നത് വെളുപ്പോ കറുപ്പോ ചുവപ്പോ ഒന്നുമല്ല. ദൈവത്തിന്റെ തേജസ് അതൊരാളെ കാണുമ്പോ നമുക്കറിയാം, അവരിൽ പരിശുദ്ധാത്മാവ് ഭരിക്കപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. എലീശ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി, പോയപ്പോഴല്ല ഈ പുള്ളി വന്നിരിക്കുന്നത്, ഈ പുള്ളിയുടെ അകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരത് കണ്ടു. അല്ലെ, യോർദാൻ അവന്റെ മുമ്പിൽ മാറിപ്പോയി. സ്തോത്രം ചെയ്യും. രണ്ടായിട്ട് മാറി. നമ്മളെ കണ്ടാലും എന്ത് ചെയ്യണം? ദൈവ മക്കളാണ്, ദൈവ സ്വഭാവമുള്ളവരാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം, എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല.
ദൈവമക്കളാണ്, ദൈവിക സ്വഭാവമുള്ളവരാണ്, അവരിൽ ഒരു ദൈവ തേജസ് ഉണ്ട്. സ്തോത്രം. കണ്ടാലേ അറിയാം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, അല്ലാതെ കണ്ടാലേ അറിയാം വഴക്കുണ്ടാക്കുന്ന ഒരാളാണ് എന്ന് പറയിപ്പിക്കരുത്. കണ്ടാലേ അറിയാം പ്രശ്നക്കാര് ആണ് എന്നെന്ത് ചെയ്യരുത്, പറയിപ്പിക്കരുത്. ഒരു ദൈവവൈതലിനെ കാണുമ്പോ അറിയും. ഞാൻ ആ ഭാഗം വിടുന്നു, നമ്മുടെ ദൂരിലേക്ക് വരണമല്ലോ. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം പറഞ്ഞപ്പോ സ്തോത്രം, നിങ്ങളെല്ലാവരും ബൈബിള് തുറന്ന് എന്ത് ചെയ്യണം, അത് നോക്കണം. പലരും ബൈബിള് തുറക്കാറില്ല, ചുമ്മാ കൊണ്ടുവരിക, സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ എന്ത് ചെയ്യണം, ഒരു വാക്യം വായിക്കുമ്പം ബൈബിളും തുറന്ന് നോക്കണം. എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണ്ട, പറയുമ്പോ ഒന്ന് തുറന്ന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങള് ദൈവദാസന്മാർക്ക് കുറച്ച് ട്രിക്കുണ്ട്. ട്രിക്ക് അത് പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് പണി. ഒരിക്കലും ഒരു ചർച്ചില് ഒരു അപ്പച്ചൻ 1 മണിയാകുമ്പം, കൃത്യം 1 മണിയാകുമ്പം ബൈബിള് തുറന്ന് സിപ്പ് വലിച്ച് ഇടും. ഇട്ടിട്ട് മൈക്കിനെക്കാട്ടിന് ശബ്ദമുള്ളൊരു കവർ കാണുകയും ആ കവറിനകത്തോട്ട് എടുത്തിട്ടിട്ട് ശബ്ദം ഉണ്ടാക്കി എന്നാ ഭാഷ അറിയിക്കുക, എന്തായി, 1 മണിയായി. ഇത് പല പ്രാവശ്യം ചെയ്തപ്പോ ഒരു സൺഡേയില് ആ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ 1 മണിയായപ്പോ അപ്പച്ചൻ ഇതുപോലെ തന്നെ ചെയ്തു. സിപ്പ് വലിച്ചിട്ട് കവർ എടുത്തിട്ട് കവറിനകത്താക്കി മടക്കി റബ്ബർ ബാൻഡിട്ട് വെച്ചിരിക്കുക. ഇത് കണ്ടപ്പോ പാസ്റ്റർ, അപ്പൊ ചർച്ചക്കാരൊക്കെ എല്ലാം മനസ്സിലായി 1 മണിയായി, നിർത്താനുള്ള സിഗ്നലാന്ന് മനസ്സിലായപ്പം പാസ്റ്റർ പറഞ്ഞു, മെസ്സേജിന്റെ സമയം തീർന്നിരിക്കുകയാണ്, ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ പ്രസംഗം തീരാ എന്ന് പറഞ്ഞൊരു വാക്യം പറഞ്ഞ് അപ്പച്ചൻ വായിക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായി. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആ വാക്യം അപ്പച്ചൻ വായിക്കുന്നു. അപ്പച്ചൻ റബ്ബർ ബാൻഡ് വലിച്ചൂരുന്നു, കവർ വലിച്ചൂരുന്നു, ബൈബിൾ എടുക്കുന്ന, സിപ്പ് തുറക്കുന്നു. അതിനുശേഷം ആശീർവാദം പറയാതെ അപ്പച്ചൻ ബൈബിൾ അടച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പാസ്റ്റേഴ്സിന്റെ പല ട്രിക്കും അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, നിങ്ങള് ബൈബിൾ വാക്യങ്ങൾ വായിക്കാൻ പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈബിൾ തുറന്നിട്ട് ആ വാക്യം വായിക്കണം, മനസ്സിലാക്കണം, വായിക്കുമ്പോ നോക്കണം. എന്നാൽ ലാസർ വി. മാത്യു പാസ് ഒരു കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു പുള്ളി ബൈബിള് കൊണ്ടുവന്നില്ല. പുള്ളി മറന്നു പോയതെങ്ങാണ്ടാ തോന്നുന്നു. ആളുടെ കയ്യിലാ കിട്ടി. ഹല്ലേലൂയ. സ്റ്റേജിൽ വെച്ച് ഒരു വാക്യം വായിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ആ പാസ്റ്ററിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന ആള് വായിക്കുന്നു. കാരണം സ്റ്റേജിൽ വന്നിരുന്നപ്പോ അദ്ദേഹം നോക്കിയപ്പോ ബൈബിൾ ഇല്ല, കയ്യിലില്ല. അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പം ഈ വാക്യങ്ങൾ വായിക്കാൻ അവിടെ 1-2 പേരെ ഇരുത്തിയിട്ടുണ്ട്. പാസ്റ്റർ ഹല്ലേലൂയ ഈ വാക്യം കൊണ്ട് പറഞ്ഞിട്ട് പറയാ, ഇന്ന മാസ്റ്റർ വായിക്കുമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ബൈബിൾ അടുത്തിരിക്കുന്നവരായിരുന്നു എന്ത് ചെയ്യാ, പെട്ടെന്ന് ബൈബിള് മേടിച്ചിട്ട്, ഞാൻ പറഞ്ഞ അത്രയൊക്കെ മനസ്സിലായില്ലെങ്കിൽ വേഗത്തിൽ മനസ്സിലാക്കിക്കോ. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുമ്പോൾ അത് തുറന്ന് എന്ത് ചെയ്യണം, നോക്കണം, വായിക്കണം. ഒരാൾ വായിക്കുമ്പോൾ അത് കേൾക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോൾ തന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നിലൂടെ
പരിശുദ്ധ കർത്താവ് ചെയ്ത പലവിധ അത്ഭുത പ്രവർത്തികളെ നമുക്ക് തന്റെ കാലഘട്ട ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതിലൊന്നാണ് നമ്മൾ 4-ാം അധ്യായത്തിൽ വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാകുന്ന ഒരു ഭാഗമാണത്. സ്തോത്രം. ഒരു ഭവനത്തിന്റെ അവസ്ഥയാണ് അവിടെ ഏറ്റവും അധികം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഭവനത്തിന്റെ അവസ്ഥയാണ് അവിടെ ഏറ്റവും അധികം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ആ ഭവനത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഒന്ന്, ആ ഭവനത്തിന്റെ അകത്തൊരു വേർപാട് ഉണ്ടായി. ഭവനത്തിന്റെ അവസ്ഥയെ ഞാൻ പറയുന്നത്. ആ ഭവനത്തിന്റെ അകത്തൊന്ന് ഒരു വേർപാടുണ്ടായി. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, ആ ഭവനത്തിന്റെ അകത്തൊരു നഷ്ടം, ഒരു നഷ്ടം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച് അതിനോട് ബന്ധപ്പെട്ട് അവരുടെ ലൈഫിൽ അടുത്ത നഷ്ടം സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ നഷ്ടം സംഭവിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു നഷ്ടം സംഭവിച്ചതിന് ശേഷം അടുത്ത നഷ്ടത്തിലേക്ക്, അടുത്ത നഷ്ടം സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിന്റെ നടുവിലെ ഒരു സന്ദർഭമാണ് നമ്മൾ അവിടെ വായിച്ചത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ച് കേട്ടെ പ്രിയപ്പെട്ടവരെ. തിരുവനന്തപുരത്ത് ശക്തമായി അവിടെ ഓർമ്മിപ്പിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൊണ്ട് വായിച്ച ആ ഭാഗം. പ്രവാചക ശിഷ്യന്മാര്, ഭാര്യമാര് ഒരുത്തി എലീശയോട് നിലവിളിച്ചു. കണ്ടോ, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവാ ഭക്തനായിരുന്നു. അവിടെ നിൽക്കട്ടെ. കണ്ടോ, ഹല്ലേലൂയ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുവൾ എലീശ പ്രവാചകനോട് നിലവിളിക്കുന്ന ഒരു സാഹചര്യമാണ് എഴുതി തുടങ്ങുന്നത്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ചാൽ ഒരു സന്തോഷത്തിന്റെ സാഹചര്യമല്ല, കാനാനിലെ കല്യാണത്തിന്റെ ഒരു സാഹചര്യം അല്ല അവിടെ. പ്രൈസ് ദി ലോർഡ്. ഒരു വേദനയുടെ സാഹചര്യത്തിന്റെ നടുവിൽ, ഒരു നിലവിളിയുടെ നടുവിൽ, തകർന്നുള്ള ഒരു കരച്ചിലിന്റെ നടുവിലാണ് ആ കുടുംബം ഇപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, അവിടെ എഴുതിയൊരു വാക്കാണ് അവൾ നിലവിളിച്ചു. ഒരാമേൻ പറയോ? ഒന്ന്, അവൾ അവിടെ എഴുതിയ വാക്കാണ് അവൾ നിലവിളിച്ചു. യേശുവിന്റെ നാമത്തിൽ. കരയുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്, കരയുക എന്ന് പറയുന്നത്. എന്നാൽ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ കരച്ചിലിന്റെ അങ്ങേയറ്റം, എക്സ്ട്രീമാണ് എന്ത്? നിലവിളി എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ. നമുക്ക് സഹിക്കാൻ പറ്റാത്ത, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത മാനസിക സംഘർഷം വരുമ്പോൾ നമ്മൾ നിലവിളിച്ചു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, ആ കുടുംബത്തിന്റെ അകത്തൊരു നിലവിളിയുണ്ട്. 2, ആ കുടുംബത്തിന്റെ അകത്തൊരു സാക്ഷ്യമുണ്ട്. രാമൻ എത്ര പേര് പറയും? രാമൻ എത്ര പേര് പറയും? ഒന്ന്, ആ കുടുംബത്തിന്റെ അകത്തൊരു നിലവിളിയുണ്ട്. 2, ആ ഭവനത്തിന്റെ അകത്തൊരു സാക്ഷ്യമുണ്ട്. ഏത് സാഹചര്യങ്ങളുടെ നടുവിലൂടെ കടന്നു പോയിട്ടും ഹല്ലേലൂയ പറയാനുള്ള സാക്ഷ്യം നല്ലതായിരുന്നു. രാമൻ എത്ര പേര്? പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ
പലപ്പോഴും സാക്ഷ്യങ്ങൾക്ക് പോറലേൽക്കാറുണ്ട്. അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലർക്കും സാക്ഷ്യത്തിൽ പോറൽ ഏൽക്കാറുണ്ട്. എന്നാൽ ഇവിടെ നോക്കിക്കേ, അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അവൾ അടുത്ത ഒരു നഷ്ടത്തിന്റെ മുൻപിലാണ് അവൾ നിൽക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, തിരുവെടുത്ത് പറയുമ്പോ ഒന്ന് നിലവിളിയുള്ള കുടുംബത്തിന്റെ അകത്ത് തന്നെ പറയാനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോടൊരു വെളിപ്പാട് പറയാം. നിലവിളിയുടെ സാഹചര്യങ്ങളുടെ നടുവിലും നിന്റെ സാക്ഷ്യങ്ങളെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, അത് ധൈര്യത്തോടെ വിളിച്ച് പറയാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ, ഞാനൊരു വെളിപ്പാട് പറയാം, അടുത്ത ഒരു സാക്ഷ്യം പറയാൻ അവസരം ഉണ്ടാവും. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? അല്ലെങ്കിൽ ഉള്ള സാക്ഷ്യത്തെ പവിത്രമായി സൂക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, അടുത്ത ഒരു സാക്ഷ്യത്തെ വിളംബരം ചെയ്യാൻ നിന്റെ ജീവിതത്തിൽ ദൈവം അവസരം തരുമെന്ന് ഈ വചനാടിസ്ഥാനത്തിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയും. ശ്രദ്ധിച്ചു കേട്ടെ. എലീശ പ്രവാചകനെ കണ്ടപ്പോ ആ സഹോദരി എലീശയോട് നിലവിളിച്ചു എന്നാണ് വാക്യം പരാമർശിക്കുന്നത്. അവള് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, എന്റെ ഭർത്താവ് മരിച്ചുപോയി. എന്റെ ഭർത്താവ് ഒരു യഹോവ ഭക്തൻ. എത്ര പേര് സ്വതന്ത്രം? എന്റെ ഭർത്താവ് മരിച്ചുപോയി, പക്ഷെ എന്റെ ഭർത്താവ് ഒരു യഹോവ ഭക്തനായിരുന്നു. ഹല്ലേലൂയ. അത് പറഞ്ഞതുണ്ടല്ലോ, പുറത്തുനിന്ന് വന്നവരല്ല, ഇത്രേ കാലം കൂടെ ജീവിച്ച ആ സഹോദരിയെ പറഞ്ഞു. ഒരു ഭർത്താവിനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതാരാന്നറിയാമോ? ഭാര്യ. ഒരു ഭർത്താവിനെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ മുമ്പിൽ അടിപൊളിയായിരിക്കും, ഭാര്യമാരോട് ചോദിക്കണം. ഏറ്റവും നന്നായിട്ട് അറിയാൻ ആർക്കാ? ഭർത്താവിനെ ഏറ്റവും നന്നായിട്ട്. ഭർത്താവ് കൂടുതലും ഓപ്പൺ ആകുന്നത് ഭാര്യയുടെ അടുത്തായിരിക്കും. സ്വഭാവം എന്തായിക്കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പാസേ പുറമെ ഭയങ്കര ഭക്തനാണ്, പക്ഷെ എനിക്കല്ലേ സ്വഭാവം. നിങ്ങളുടെ കാര്യമൊന്നുമല്ല, നിങ്ങളെന്തിനാ നോക്കി, നിങ്ങളുടെ കാര്യമല്ലെന്ന്. ഹല്ലേലൂയ. പലരും പറഞ്ഞിട്ടുണ്ട്, പാസേ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല, വീട്ടിലോട്ട് വരണം, തനി സ്വഭാവം എനിക്കല്ലേ, നിങ്ങൾ ഈ കാണുന്ന പോലൊന്നും അല്ല. എന്നോട് ഡയറക്റ്റ് പലരും പറഞ്ഞു. ഞാൻ പിന്നെ ചിരിച്ചങ്ങ് വിടും, ഇതിലൊന്നും പറയാമോ? സ്വോത്രം ചെയ്യും, സ്വോത്രം ചെയ്യും. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചേ, ആ സഹോദരി പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടോ. എന്റെ കൂടെ ഇത്രയും നാളും ജീവിച്ച എന്റെ ഭർത്താവ് യഹോവ ഭക്തനാണെന്ന് നീ അറിയുന്നില്ലോ? നിനക്കറിയാമല്ലോ അവൻ യഹോവ ഭക്തനായിരുന്നു. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ദൈവാത്മാവ് എന്നോട് ഇടപെടുകയാണ്. ആദ്യം സാക്ഷ്യം ഉണ്ടാകേണ്ടത് സ്വന്തം കുടുംബത്തിനകത്താണ്. പറയും അല്ല, നിങ്ങൾ ഇല്ലെങ്കിലും ഞാൻ ആത്മ
ലോകത്തോടെ ഒരു വെളിപ്പാട് പറയാ. നമ്മുടെ സാക്ഷ്യം ആദ്യം ഉണ്ടാകേണ്ടത് ഭവനത്തിന്റെ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അകത്ത് ആദ്യം സാക്ഷ്യം ഉണ്ടാകും. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വലിയ സാക്ഷി കളിക്കാൻ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ചിലർക്ക് പള്ളി ഭയങ്കര സാക്ഷ്യമാണ്, എന്നാ വീട്ടിൽ സാക്ഷ്യം. സ്തോത്രം. ഞാൻ ചിലരുടെയൊക്കെ കാര്യം കേട്ടിട്ട് ഇവരിങ്ങനാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൂടെ വേണേ പറയാം. ദൈവദാസന്മാരുടെ ചില കാര്യങ്ങൾ ഞാൻ കേട്ടിട്ട് ഇവരിങ്ങനാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. കാരണം പുറമെ അവരുടെ സാക്ഷ്യം പവിത്രമാണ്, എന്നാൽ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് പലരുടെയും സാക്ഷ്യങ്ങൾക്ക് പോരേറ്റിട്ടുണ്ട്, പലരുടെയും സാക്ഷ്യങ്ങൾക്ക് വിള്ളലേറ്റിട്ടുണ്ട്. എന്നെ ദൈവം ഒരു വെളിപ്പാട് എന്നോട് ഈ ദൂത് തന്നപ്പോ ദൈവം എന്നോട് പറഞ്ഞു, ഭവനത്തിന്റെ അകത്ത് സാക്ഷ്യത്തെ ഇല്ലാതാക്കുന്ന മേഖലകളെ കണ്ട് നിങ്ങൾ ഉണരണം കേട്ടോ, കണ്ട് ഉണരണം. ഭവനത്തിന്റെ അകത്ത് സാക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്ന മേഖലകളെ നിങ്ങൾ കണ്ടിന്ന് പകൽ ഉണരണം. ഭവനത്തിന്റെ അകത്ത് സാക്ഷ്യത്തെ സൂക്ഷിക്കാൻ ആർക്ക് കഴിയുന്നു, അവരുടെ ഭവനത്തിന്റെ അകത്ത് സാക്ഷ്യങ്ങളെ പറയത്തക്കവണ്ണം തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് എന്റെ പ്രാർത്ഥന ദൈവത്തോട് സംസാരിച്ചു. എത്ര പേര് അനുഭവങ്ങൾ പറയാൻ ഒത്തിരി ഇവിടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, തിരുവെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അവിടെ മനസ്സിലാകുന്നുണ്ട്. അവൾ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിയോടൊപ്പം അവൾ ഒരു സാക്ഷ്യം പറഞ്ഞു, യഹോവ ഭക്തനായ. സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഒരു വെളിപ്പാട് നിങ്ങൾ തിരിച്ചറിയണം. വിഷയങ്ങളുടെ മുമ്പിൽ നിലവിളിച്ചതുകൊണ്ട് മാത്രം ദൈവം പ്രവർത്തിക്കുമെന്ന് കരുതരുത്. ദൈവം നിന്നെ കൂടെ നോക്കും, ദൈവം നിന്റെ കുടുംബത്തെയും കൂടെ നോക്കും, ദൈവം നിന്റെ ഭവനത്തിലുള്ളവരെയും കൂടെ നോക്കും. ദൈവം സഹോദരൻ എത്ര പേര് പറയും? ഈ ഭാഗം പലരുടെയും ചിന്ത, ഈ ദൂത് ഏറ്റെടുത്തപ്പോഴെങ്കിലും നല്ലത് 4 എണ്ണം പറയുമെന്ന് വിചാരിച്ചു. ഈ ദൂത് എടുത്തിട്ട് പറയുന്നത് മൊത്തം ഉപദേശമാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം വെളിപ്പെടുത്തുന്നതല്ലേ പറയാൻ പറ്റും. ശ്രദ്ധിച്ചു കേട്ടെ, നിലവിളിയുടെ മുമ്പിൽ മാത്രം ദൈവം പ്രവർത്തിക്കുമെന്നൊരു ചിന്താഗതി ഉണ്ട്, കളഞ്ഞേര്. നിലവിളിയുടെ മുമ്പിൽ മാത്രമല്ല ദൈവം പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു സാക്ഷ്യം കൂടുണ്ട്. ഒരാമൻ എത്ര പേര് പറയും? അത് കാണാതെ പോകരുത്, അത് കാണാതെ പോകരുത്. നമുക്കൊരു ചിന്തയുണ്ട്, ഹല്ലേലൂയ, 4 ദൈവദാസന്മാരുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ വിടുതലായി. ഞാൻ എങ്ങനെ നടന്നാലും പ്രശ്നമില്ല, ഞാൻ ഏതു വഴിക്ക് പോയാലും പ്രശ്നമില്ല. 4 പാസ്റ്റർമാരുടെ മുമ്പിൽ പോയിരുന്ന് കൃപയുള്ള 4 ദൈവദാസന്മാരുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നു എന്നൊരു ചിന്താഗതി നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൂരെ എറിഞ്ഞു കളയണം. എന്നോട് ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നിലവിളിയുടെ മുമ്പിൽ ദൈവം നിന്നെ നോക്കും, നിലവിളിയുടെ മുമ്പിൽ നിന്റെ കുടുംബത്തെ ദൈവം നോക്കും, നിലവിളിയുടെ മുമ്പിൽ ദൈവം നോക്കും, നിലവിളിയുടെ മുമ്പിൽ ദൈവം നിന്നെ നോക്കും. നിന്നെ നോക്കുമ്പോൾ നിന്റെ സാക്ഷ്യം വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കുന്നവർ മാത്രം ചേർന്നാതെ പറഞ്ഞ് ദൈവത്തിന്റെ നന്ദി കൊടുക്കണം. നിന്റെ സാക്ഷ്യം വിശ്വസിക്കുന്നതിൽ ദൈവം
ഹല്ലേലൂയ. ഞാൻ ആ വചനഭാഗം ധ്യാനിച്ചപ്പോ പരിശുദ്ധ ദൈവം എന്നോട് സംസാരിച്ച ഒരു വെളിപ്പാടാണത്. നിലവിളി മാത്രമല്ല മോനെ അവരുണ്ടായിരുന്നത്. അവരെ ദൈവം പരിശോധിച്ചപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ ദൈവം സന്നദ്ധനായിരുന്നു. ദൈവം സന്നദ്ധനായിരുന്നു. എല്ലാതിന്റെ കാരണം ഇന്നലെ ദൈവം ഓർത്തു. അവരുടെ ഇന്നത്തെ സാക്ഷ്യം ദൈവം ഓർത്തു. അവസ്ഥ മാത്രമല്ല ദൈവം ഓർത്തത്, സാഹചര്യം മാത്രമല്ല ദൈവം ഓർത്തത്, അവരുടെ സാക്ഷ്യത്തെ. സ്തോത്രം, 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 സ്തോത്രം. ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവാത്മാവ് എന്നെ അടുത്ത ദൂതിലേക്ക് ഞാൻ കടക്കാത്തത് പരിശുദ്ധാത്മാവിന്റെ നിയോഗം കിട്ടാത്തത് കൊണ്ടാണ്. ശക്തമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പുറമേയുള്ള സാക്ഷ്യത്തെ സൂക്ഷ്മതയോടെ കൊണ്ടുപോകുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ഭവനത്തിന്റെ അകത്ത് നിന്റെ സാക്ഷ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക വെല്ലുവിളി ഉണ്ടെന്ന്, ജഡത്തിന്റെ മോഹങ്ങൾ ഉണ്ടെന്ന് എന്റെ പ്രാർത്ഥനയിൽ ദൈവം എന്നെ വെളിപ്പെടുത്തി. സാഹചര്യങ്ങൾ കൊണ്ടിട്ട്, കുടുംബത്തിനകത്തു നിന്ന് ജീവിതത്തിന്റെ സാക്ഷ്യത്തെ ഇല്ലാതാക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ദൈവാത്മാവെന്നെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിന്റെ കൂടാരത്തിൽ സംഭവിക്കാതിരിക്കേണ്ടതിന്, നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കാതിരിക്കേണ്ടതിന്, മറ്റുള്ളവർ ജീവിക്കാതിരിക്കേണ്ടതിന്, ദൈവത്തിന്റെ പ്രവൃത്തി പ്രവഞ്ചന ശക്തമായി ഇടപെടുക. ഭവനത്തിന്റെ അകത്ത്, ഭവനത്തിന്റെ അകത്ത് അല്പനിമിഷം ആരാധിച്ച് ജയമെടുക്കുന്ന ഒരു വിഷയമാണ്. ഇത് ആരാധിച്ച് ജയം വിഷയമാണ്. ഇത് ആരാധിച്ച് ജയം
ശക്തമായി പ്രാർത്ഥിച്ചേ, ശക്തമായി പ്രാർത്ഥിച്ചേ, ശക്തമായി പ്രാർത്ഥിച്ചേ, ശക്തമായി പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നവരെ യേശുവിന്റെ നാമത്തിൽ ആ ക്രിയ ചെയ്യണം. പ്രാർത്ഥിച്ചേ, ആത്മഹത്യയായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, പ്രാർത്ഥിച്ചോണം. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കുടുംബത്തിന്റെ അകത്ത് വിടുതൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ശരീരത്തിൽ അത് അനുഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. നീ ഈ വിഷയം ഏറ്റെടുത്ത് ആരാധിക്കുമ്പോൾ നിന്റെ ശരീരത്തോട് പോരാടുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. സംസാരിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ എന്തോ ഒന്ന് സംസാരിപ്പിക്കുക. ചിലതൊക്കെ പറയണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ എന്തോ ഒന്ന് പറയിപ്പിക്കുക. ചില സാഹചര്യങ്ങൾ ആ വീടിന്റെ അകത്തുണ്ടാകേണ്ടതല്ല, പക്ഷെ പെട്ടെന്നുണ്ടായി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ എന്തിനാന്നറിയാമോ? നിന്നെ അതിന്റെ അകത്ത്, അതിന്റെ പലരെയും കുടുംബത്തിന്റെ അകത്തുള്ള ചിലരെ അതിന്റെ അകത്ത് പിശാച് ഉപകരണമാക്കുന്ന എന്താണെന്നറിയാമോ? നിന്റെ സാക്ഷ്യമില്ലാതാക്കാനാ, നിന്റെ സാക്ഷ്യമില്ലാതാക്കാനാ. ആ സ്വാധീനം ജീവിക്കുന്ന ഒരു കൃപ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതപ്രവൃത്തി നടത്തണം. സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുന്ന
അതിന്റെ നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച സംസാരിക്കും. പക്ഷെ വീട്ടിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോ, അല്ലെ പിശാച് എന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ടിടുമ്പോ അറിയാതെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. ഈ പറയുന്നത് ആരെങ്കിലും കേട്ടാൽ നമ്മുടെ സാക്ഷി പോവുകയാണ്. പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾക്ക്? ഗൗരവം മനസ്സിലാക്കും. ദൈവമക്കൾ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വഴിയെ പോകുന്നവന്റെ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളെ ശ്രദ്ധിക്കും. യേശുവിൻ നാമത്തിൽ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദാനിയേലിന് അവനിൽ എന്തൊരു കുറവ് കണ്ടുപിടിക്കാം എന്ന് പ്രധാന ദേശാധിപന്മാരും 3 അധ്യക്ഷന്മാരിൽ ബാക്കി 2 പേരും അന്വേഷിച്ചു നടന്നു. ദാനിയേൽ ഉറങ്ങുമ്പോഴും ഇവൻ ഉറങ്ങാതെ അവനെ ശ്രദ്ധിച്ചു. എന്തിനാണെന്നറിയാമോ? ഇവനിൽ നിന്നൊരു കുറവ് കിട്ടാൻ. പക്ഷെങ്കിൽ ദാനിയേലോ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് സാഹചര്യങ്ങളെ എല്ലാം ആ മനുഷ്യൻ ജയിച്ചു. ഹലോ, ഗൗരവം മനസ്സിലാക്കണം. ഗൗരവം മനസ്സിലാക്കണം. എന്നെ ദൈവം ശക്തമായി കാണിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് 100% ദൈവാത്മാവിൽ പറയാം, നിങ്ങൾ ഏറ്റെടുത്താൽ, നിങ്ങൾ ആത്മാവിൽ സ്വീകരിച്ചാൽ ഇതൊരു ജയമായിരിക്കും. അല്ലെങ്കിൽ എനിക്കൊരു പ്രസംഗത്തിന് ഒത്തിരി ദൂത് പറയുന്നത് ഇഷ്ടമുള്ള ആളല്ല ഞാൻ. ഒരുപാട് ദൂതുകൾ പറഞ്ഞ് ഒത്തിരി ദൂതുകൾ പറഞ്ഞ് വിടാൻ താല്പര്യപ്പെടുന്ന ആളല്ല ഞാൻ. പക്ഷെ പറയുന്ന ദൂതിന്റെ അകത്ത് ജയം നേടണം. പറയുന്ന 2 3 ദൂതേ ചിലപ്പോ പറയത്തുള്ളതായിരിക്കും. ഒരു പ്രസംഗം തീരുമ്പോൾ എടുത്തു പറയാൻ 4 5 ദൂതെ കാണത്തുള്ളതായിരിക്കും. പക്ഷെ എനിക്കൊരു നിർബന്ധമുണ്ട്, ദൂതിന്റെ എണ്ണമല്ല, പറയുന്ന ദൂത് ജയമെടുക്കണം. പറയുന്ന ദൂതിനകത്ത് ജയമെടുക്കണം. ഇന്ന് പകൽക്കാലം എന്നോട് അടുത്ത ദൂതിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ വിടാത്തത് കൊണ്ടാണ്, നിയോഗിക്കാത്തത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ കൊണ്ടിടും. സ്തോത്രം ചെയ്യുന്നു. സാഹചര്യങ്ങൾ കൊണ്ടിടും. അറിയാതെ നമ്മൾ പ്രതികരിക്കും. ഇത് കേൾക്കുന്നവർ സാഹചര്യം കൊണ്ടിട്ടവനെ കുറിച്ച് പറയത്തില്ല. പ്രാർത്ഥിക്കുന്ന നീ എന്തേലും പറഞ്ഞാൽ പറയും. പ്രാർത്ഥിക്കുന്ന നീ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അവൾ അങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? അവൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? പിന്നെ എന്തു അവൻ പ്രാർത്ഥിക്കുന്നത്? പിന്നെ എന്തു അവൻ പ്രസംഗിക്കുന്നേ എന്ന് ചോദ്യം വരും. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? ആരും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് നിങ്ങളുടെ ചിന്ത. ആരും വാച്ച് ചെയ്യുന്നില്ലെന്നാണ് നിങ്ങളുടെ ചിന്ത. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഒരിടത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറഞ്ഞൊരു ദൂതാണ്, നിങ്ങൾ വരുന്നതും പോകുന്നതും, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്തിന് ഒരു സാധനം മേടിച്ചാൽ തന്നെ നിങ്ങൾ മേടിച്ചു കൊണ്ടുവരുന്ന സാധനം എന്താണെന്ന് വരെ വാച്ച് ചെയ്യുന്നവരുണ്ടെന്ന് അതിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയപ്പോ അവര് പറഞ്ഞു, പാസേ സത്യ. കാരണം അവര് ഹല്ലേലൂയ പലപ്പോഴും ഇറങ്ങിയപ്പോ ഹല്ലേലൂയ അവരോട് ചോദിച്ചു, ഹല്ലേലൂയ ഇന്ന സാധനം കയ്യിലുണ്ടായിരുന്നില്ലേ? അപ്പൊ അവർക്ക് മനസ്സിലായി അതുപോലും വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങളിത് നിസ്സാരമായിട്ട് എടുക്കരുത്. ശക്തമായത് ഇത് ഒരു കുടുംബത്തിന്റെ വിടുതലായത്, ഭവനത്തിന്റെ വിടുതലായത്. പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, സാക്ഷ്യത്തെ ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങളും സംസാരങ്ങളും ഭവനത്തിന്റെ അകത്ത് കൊണ്ടിടുന്ന ഒരു പൈശാചികതയുണ്ട്. എന്നാൽ ഇന്ന് പകൽ സ്വർഗം അതിനെ ജയിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ
നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. കർത്താവ് നിങ്ങൾക്ക് ജയം തരും. അല്ല, അടയ്ക്കേണ്ട നാവിനെ അവൻ അടയ്ക്കും, മാറ്റേണ്ട സാഹചര്യങ്ങളെ അവൻ മാറ്റും, തിരുത്തപ്പെടേണ്ട മേഖലകളെ അവൻ തിരുത്തും. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നീ ആത്മാവിലൊന്ന് പറ, അപ്പാ എന്റെ സാക്ഷ്യം ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ എന്റെ ഭവനത്തിൽ നിന്ന് മാറട്ടെ. എന്റെ സാക്ഷ്യത്തിന്റെ സാക്ഷ്യം പ്രാർത്ഥിക്കാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ജയം, ദൈവത്തിന്റെ ജയം, ദൈവത്തിന്റെ ജയം ഭവനത്തിന്റെ അകത്ത് വീണത് യേശുവിന്റെ നാമം. ചിലരൊക്കെ പറയാറുണ്ട്, മാസ ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ വിഷയം? വിഷയമൊന്നുമില്ല. വിഷയം പറയത്തക്ക വിഷയം ഒന്നുമില്ല. പക്ഷെങ്കിൽ സംസാരിച്ചു വന്നപ്പോ വിഷയമായി. എന്നോട് ദൈവാത്മാ പറയുക, സാക്ഷിയുള്ളവനുണ്ടല്ലോ, സാക്ഷ്യമുള്ളവൻ അകത്തളങ്ങളിൽ പ്രാർത്ഥിക്കണം. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്റെ ഭവനത്തിന്റെ അകത്ത് ദൈവഹിതമില്ലാത്തൊരു വാക്കോ ദൈവഹിതമില്ലാത്തൊരു പ്രവൃത്തിയോ ഉണ്ടാകാൻ ദൈവം അനുവദിക്കരുത്. അങ്ങനെ വന്നാൽ, സംസാരിക്കേണ്ടി വന്നാൽ, പ്രതികരിക്കേണ്ടി വന്നാൽ എന്റെ സാക്ഷ്യത്തെ കർത്താവെ അത് ബാധിച്ചു. അതുകൊണ്ട് ആ മേഖലകളെ ഇന്ന് തുടച്ചു മാറ്റണം. ആ മേഖലകളെ ഇന്ന് ദൈവം തിരുത്തണം. പ്രാർത്ഥിക്കണം ശബ്ദം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. അത് ഒന്ന്, അവള് നിലവിളിക്കുമ്പോ തന്നെ അവളുടെ കുടുംബത്തിന്റെ അകത്തൊരു സാക്ഷ്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. ആ പ്രവാചകൻ മരിച്ചിട്ടും ആ സഹോദരി ആ സാക്ഷ്യം സൂക്ഷിച്ചു. രാമൻ എത്ര പേര്? രാമൻ. പ്രവാചകൻ മരിച്ചിട്ടും
ആ സാക്ഷ്യമാണ് സഹോദരി സൂക്ഷിച്ചു. എൻ്റെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആ സാക്ഷ്യം സഹോദരിക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ദൈവപ്രവൃത്തി നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സാക്ഷ്യത്തിൽ അല്ല ആ സഹോദരി നിന്നിരുന്നു എങ്കിൽ ഒരു ദൈവപ്രവൃത്തി ആ വീട്ടിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ആ സഹോദരി ഭർത്താവ് മരിച്ചിട്ടും ആ സാക്ഷ്യത്തെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഭർത്താവ് ഉണ്ടായിട്ട് ഇപ്പം സാക്ഷ്യം സൂക്ഷിക്കാത്ത ഇത്ര നേരം ഇറങ്ങിയ കാറ്റും തീയും പുകയൊക്കെ. ഭർത്താവ് ഉണ്ടായിട്ട് സാക്ഷ്യം സൂക്ഷിക്കാത്തവര് ഇല്ലേ? ഇല്ലേ? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടോ? വിവാഹ കാര്യം ഉറപ്പിച്ചു, വിവാഹ കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുക. ചെറുക്കന്റെ അപ്പനും പെണ്ണിന്റെ അമ്മയെ വിളിച്ചു. കണ്ടില്ലേ? കണ്ടല്ലോ? ആ കൂട്ടുണ്ടല്ലോ. പറഞ്ഞ കള്ളമല്ല, പറഞ്ഞതേ. ഇവര് പറയും ഇനി ഒപ്പിച്ച് പറഞ്ഞാണോന്നല്ല. നിങ്ങൾ വായിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് വന്നു. മക്കളുടെ കാര്യം പറഞ്ഞു വെച്ചിട്ട് അപ്പനും അമ്മയും കൂടെ ഒറ്റ പോകും. ഭർത്താവ് ഉണ്ടായിട്ട് സാക്ഷ്യം സൂക്ഷിക്കാത്ത, അല്ലെ ഭാര്യ ഉണ്ടായിട്ട് സാക്ഷ്യം സൂക്ഷിക്കാത്തവരുണ്ട്, ഇല്ലേ? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് പുറകിൽ ഒരു പാസ്റ്റർ അദ്ദേഹത്തെ പെൺകുട്ടിയെ മിസ്സിംഗ് ആന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി കൊടുത്തു. അന്വേഷിച്ച് ചെന്നപ്പം ഒരു പാസ്റ്ററിന്റെ കൂടെ അവര് ചെന്നപ്പോഴത്തേന് പാസ്റ്ററിന് 55 വയസ്സും പെൺകൊച്ചിന് 20 വയസ്സും. ആലോചിച്ച്, ഇദ്ദേഹത്തിന് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞത്, ഭാര്യയും ഭർത്താവും ഉള്ളപ്പോ തന്നെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്തവർക്കുണ്ട്. ഹല്ലേലൂയ. എന്നാൽ മറുവശം കൂടെ പറയണമല്ലോ, ഭാര്യയും ഭർത്താവും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്നവരുണ്ട്. ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും ഹല്ലേലൂയ അതിനുശേഷമുള്ള ജീവിതത്തിലും പവിത്രത സൂക്ഷിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ വായിക്കണമേ, ഹല്ലേലൂയ, ഭർത്താവ് മരിച്ചിട്ടും അവൾ ആ സാക്ഷ്യം നിലനിർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവള് ധൈര്യത്തോടെ പ്രവാചകനോട് പറഞ്ഞത്, എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു എന്ന് നീ അറിയുന്നില്ലയോ? നിനക്കതറിയാമല്ലോ. എന്റെ സാഹചര്യം ഇന്നതാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനാ ഭാരം ഏറ്റെടുത്തതിന്റെ കാര്യം അവൾ ആ സാക്ഷ്യം സൂക്ഷിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അല്ല ഏലീശയ്ക്ക് വെളിപ്പെടത്തില്ല. ഇന്നത്തെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുമെന്ന് എനിക്കറിയാം. നീ വെളിപ്പെട്ടാൽ തന്നെ പലരും എന്ത് ചെയ്തില്ല, പറയത്തില്ല. എന്നെ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വിളിച്ചു, വെളിയിൽ നിന്നാണ്. ആ സഹോദരിക്ക് 3 പാസ്റ്റർമാരുടെ നമ്പർ ഇട്ടുകൊടുത്തു. വേറെ സിസ്റ്റർ കൊടുത്ത 3 പാസ്റ്റർമാരുടെ നമ്പർ എന്ത് ചെയ്തു,
ഇട്ടുകൊടുത്തു. 3 പാസ്റ്റർമാരുടെ നമ്പർ എന്ത് ചെയ്തു? ഇട്ടുകൊടുത്തു. 3 പാസ്റ്റർമാരുടെ നമ്പർ. ഒന്ന് എന്റെ, വേറെ 2 ദൈവം. ആ സഹോദരി ആദ്യം ഒരു പാസ്റ്ററെ വിളിച്ചു. വളരെ ഒരു വല്ലാത്ത സ്റ്റേജിൽ നിൽക്കുക. പാസ്റ്റർ പ്രാർത്ഥിച്ച് കുറെ നല്ല ദൂതുകൾ അങ്ങ് പറഞ്ഞു. കാരണം എന്നെ എവിടുന്നാ വിളിച്ചേ? എന്താ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. വെളിയിൽ നിന്നാ വിളിച്ചേ. സ്തോത്രം ചെയ്യുക. നല്ല കുറെ ദൂതുകളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ദൈവം കൊടുത്തതായിരിക്കാം, പറഞ്ഞോട്ടെ. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഓളെ ഈ നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഉണ്ടെന്ന് പുള്ളിക്കാരി ഓക്കെ എന്ന് പറഞ്ഞു വെച്ചു. എന്നോട് ആ സഹോദരി പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഏകദേശം മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ട് ഏതാണെന്ന് മനസ്സിലായി. നേഴ്സാണ്. രണ്ടാമത് ആ ദൈവാസിന്റെ നമ്പറെ വിളിച്ചു. അപ്പൊ എന്നെ ഇതിന്റെ ഇടയ്ക്ക് വിളിച്ചു, കിട്ടിയില്ല. അപ്പൊ ആ ഗ്യാപ്പിലാണ് ഇവരെ വിളിച്ചത്. രണ്ടാമത് ദൈവാസനെ വിളിച്ചു. ദൈവാസനെ വിളിച്ചപ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് കാര്യമൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞങ്ങൾ ഇന്ന സ്ഥലത്താ ചർച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും മോളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മോള് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞു വെച്ചു. മൂന്നാമതാണ് ഞാൻ പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വിളിച്ചപ്പോ എന്നോട് കാര്യം പറഞ്ഞു, പാസ് ഇതുപോലെ എന്റെ അടുത്ത് ഇന്ന ആളെ നമ്പർ തന്നേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പം ദൈവം ആദ്യം വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പാപം. ജീവിതത്തിലെ ചില പോരായ്മകൾ ദൈവം വെളിപ്പെടുത്തി. കൃത്യമായി ദൈവാത്മാവ് അത് പറഞ്ഞു കൊടുത്തു. ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ആ മകൾ സമർപ്പിച്ചു. തന്നെ തിരുത്തി ദൈവസന്നിധിയിൽ വേറിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ താൻ ഫേസ് ചെയ്ത വിഷയത്തിന്റെ അകത്ത് വിടുതലായി. എന്നോട് എന്റെ നമ്പർ കൊടുത്ത സഹോദരിയോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവളാ. പക്ഷെ എന്റെ പാപത്തെ ആ അവിശക്തൻ ചൂണ്ടിക്കാണിച്ച് എന്റെ ജീവിതത്തിന്റെ അകത്തെന്റെ പാപത്തെ ഞാൻ ക്രമീകരിച്ചപ്പോൾ എനിക്ക് സമാധാനം വന്നു. ആത്മഹത്യ തീരുമാനമെടുത്ത സഹോദരി ആ തീരുമാനത്തിൽ നിന്ന് തീരുമാനം മാറ്റിയിട്ട് ആ സഹോദരിയും കുടുംബവും ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നത്. എന്നോട് പറഞ്ഞു, നാട്ടിൽ വരുമ്പോൾ ഞാൻ പാസ്റ്ററെ വിളിക്കും, എനിക്ക് പാസ്റ്ററെ കാണണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അല്ലേ, 2026 അവർ നാട്ടിലെത്തും എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ സാരം, ആ സഹോദരി എന്റെ നമ്പർ കൊടുത്ത ദൈവാസന്മാരുടെ നമ്പർ കൊടുത്ത ആ സഹോദരി ചോദിച്ചു, നീ ആരെയാ വിളിച്ചേ? അപ്പൊ 3 പേരെ വിളിച്ചെന്ന് പറഞ്ഞു. 3 പേര്. അതിന് ബിജോ പാസ്റ്റർ വിളിച്ചു എന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞെന്ന് ചോദിച്ചു. ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള ദൂത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആ ദൂത് പറഞ്ഞു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. സ്തോത്രം. അത് കുഴപ്പമില്ല കേട്ടോ. നിനക്ക് എന്തെങ്കിലും വിഷമമായെങ്കിൽ നീ അദ്ദേഹത്തെ നിനക്ക് എന്തെങ്കിലും മാനസിക പ്രയാസം ആയെങ്കിൽ നീ അദ്ദേഹത്തെ വിളിക്കണ്ട. ഉടനെ അദ്ദേഹം മറുപടി കൊടുത്തു, ഞാൻ വിളിക്കുവാണെങ്കിൽ പുള്ളിയെ വിളിക്കുന്നു. എന്നാ കാര്യം എന്നറിയാമോ? ഹല്ലേലൂയ, എന്റെ തെറ്റ് തിരുത്തി തന്നത് അദ്ദേഹമാണ്. എന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു തന്ന അദ്ദേഹമാണ്. എന്റെ ജീവിതത്തിലെ കുറവിനെ വെളിപ്പെടുത്തി തന്നത് അദ്ദേഹമാണ്. എങ്ങനെ മുൻപോട്ട് ജീവിക്കണം, എങ്ങനെ മുൻപോട്ട് ഇനി കാൽച്ചുവട് വെക്കണമെന്ന് എന്നോട് പറഞ്ഞു തന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിലൂടെ ഞാൻ കേട്ട ദൂത് മൊത്തം ഉപദേശമാണ്. അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിച്ച ദൂത് മൊത്തം ഉപദേശമാണ്. എന്റെ പാവത്തെയാണ് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ച തീരുമാനത്തിൽ നിന്ന് എനിക്ക് മാറാൻ കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ അതുവരെ അനുഭവിക്കാത്ത സമാധാനം എന്റെ പാപഭാരം ഇറക്കി വെച്ചപ്പോ
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒറ്റ ദൂരേ ഉള്ളൂ, നല്ല ദൂത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഭാഷ ഞാൻ പറഞ്ഞത്, കേൾക്കാൻ പറ്റുന്ന നല്ല ദൂത് ഒന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ നീ ക്രമപ്പെട്ടാൽ, നീ ശരിയായാൽ, നീ മാനസാന്തരപ്പെട്ടാൽ, നീ ദൈവകൃപയിൽ നിന്നാൽ നിനക്ക് ദൈവം ഹല്ലേലൂയ യൂറോപ്യൻ രാജ്യത്തേക്ക് വഴി തുറക്കും എന്നൊരു ദൂത് ഞാൻ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, 3 ദിവസം ഉപവസിച്ച് കണ്ണനോട് ആ സഹോദരി ക്രമപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോ കുടുംബജീവിതത്തിലെ കലഹം മാറി. കുടുംബജീവിതത്തിലെ കലഹം മാറി. ഭർത്താവ് ഇങ്ങോട്ട് വന്ന് അവളോട് ക്ഷമ പറഞ്ഞു. അവര് തമ്മിൽ ഒരുമിച്ച് സ്നേഹമായി സന്തോഷത്തോടെ അവര് ജീവിച്ചു. ആ ക്രമപ്പെട്ട് കഴിഞ്ഞപ്പോൾ യൂറോപ്പിലേക്ക് പോകാനുള്ള ഒരു വഴി ദൈവം അവർക്ക് വേണ്ടി തുറന്നു. ആ കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ദൈവാത്മാവിന് എനിക്കൊരു കാര്യം ഉറപ്പായി, അവള് ക്രമീകരിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും സാക്ഷ്യം സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, എലീശ പ്രവാചകൻ ആ വിഷയം ഏറ്റെടുക്കാനുള്ള കാരണം ഞാൻ വിശ്വസിക്കുന്നു, അവളുടെ നിലവിളിയുടെ മുമ്പിൽ, അവളുടെ ആവശ്യത്തിന്റെ മുമ്പിൽ എലീശ പ്രവാചകന് മനസ്സിലായി, ഭർത്താവ് മരിച്ചതോടുകൂടി ആ സാക്ഷ്യം അവൾ കളഞ്ഞിട്ടില്ല, ഇപ്പോഴും അവൾ അത് സൂക്ഷിക്കുന്നുണ്ട്. എലീശയ്ക്ക് എന്നെ വെളിപ്പെടാതിരിക്കുകയാണ്. തെറ്റ് പാപം വെളിപ്പെട്ടാൽ അത് പറയണം, അത് പറഞ്ഞു കൊടുക്കണം, അത് പറഞ്ഞ് തിരുത്തണം. ഏറ്റെടുക്കാതിരിക്കോ അത് അവരുടെ കാര്യം. നിന്നെ കാണിച്ച നീ പറയണം, നിന്നോട് ഇടപെട്ട നീ പറയണം. ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും ബാക്കി ദൈവം അറിയും. എന്നെ സംബന്ധിച്ച് അങ്ങനെ. ഇവിടെ മീറ്റിങ്ങിന് വന്നാലും മീറ്റിങ്ങിന് വന്നില്ലെങ്കിലും, എന്നോട് മിണ്ടിയാലും എന്നോട് മിണ്ടിയില്ലെങ്കിലും എനിക്ക് വിഷയമല്ല. തമ്പുരാൻ വെളിപ്പെടുത്തുന്നത് ഞാൻ പറയും. എന്നെ വെളിപ്പെടാത്തത് എന്നിട്ട് പറയത്തില്ല. ഒരാമേൻ എത്ര പേര് പറയും? നിലവിളിച്ചിട്ട് പറയുക, എന്റെ കുഞ്ഞുങ്ങളെ അടിമകളാക്കാൻ ഒരു ഗ്രൂപ്പ് വന്ന് വെളിയിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ അടിമകളാക്കാൻ ഒരു ഗ്രൂപ്പ് വന്ന് വെളിയിട്ടുണ്ട്. പ്രവാചകനോട് പറയാ, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ വിടുവിക്കണം. സ്തോത്രം ചെയ്യുന്നു. എലീശ ഹല്ലേലൂയ സ്തോത്രം. കടഭാരത്താലാണ് അവരിപ്പോഴായിരിക്കുന്നത്. അവിടെ വെളിപ്പെടുന്ന 2-3 കാര്യമുണ്ട്. ഒന്ന്, അടിമത്വം. ഒരടിമത്വത്തിന്റെ മേഖല അവിടെ വെളിപ്പെട്ട് നിൽപ്പുണ്ട്. ഒരു കടഭാരത്തിന്റെ മുമ്പിൽ ഒരടിമത്വത്തിന്റെ മേഖല വെളിപ്പെട്ട് നിൽപ്പുണ്ട്. 2, കയ്പിന്റെ അനുഭവം വെളിപ്പെട്ട് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അടിമത്വം വെളിപ്പെട്ട് നിൽപ്പുണ്ട്, കയ്പിന്റെ അനുഭവം വെളിപ്പെട്ട് നിൽപ്പുണ്ട്. സ്തോത്രം ചെയ്യുക. അവരുടെ ജീവിതം കയ്പായി നിൽക്കുക. അതേപോലെ ഒരു അടിമത്വത്തിന്റെ ലെവൽ അവർ നിൽക്കുന്നത്. കുഞ്ഞുങ്ങൾ അടിമകളായിട്ടില്ലെങ്കിലും ഏത് സമയത്തും അടിമകളാകാനുള്ള ഒരു തലത്തിൽ അവർ നിൽക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും വിഷയത്തിന്റെ മുമ്പിൽ, ഏതെങ്കിലും സാഹചര്യത്തിന്റെ മുമ്പിൽ നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ ഇതിന്റെ അകത്ത് നീ അടിമയായിക്കൊണ്ടിരിക്കുകയാണെന്ന്? മനസ്സിലായില്ല? എന്നെ ദൈവം ചിലരെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാ പറയുന്നേ. ഏതെങ്കിലും വിഷയത്തിന്റെ മുമ്പിൽ നീ ഒരു അടിമയായി പോകുന്നത് പോലെ നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നീ അനുഭവിക്കുന്നുണ്ടോ? കുടുംബത്തിന്റെ അകത്തോ, വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്തോ, ഏതെങ്കിലും ജോലി മേഖലയിലോ, ശുശ്രൂഷ മേഖലകളിലോ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഹല്ലേലൂയ നീ ഒരു അടിമയായി പോകുന്നത് പോലെ, നിന്റെ മേൽ മറ്റു വിധത്തിലുള്ള കർത്തൃത്വങ്ങൾ വന്ന് വീഴുന്നത് പോലെ, നിനക്കൊരു സ്വാതന്ത്ര്യമില്ലാത്തതുപോലെ നിനക്ക് തോന്നുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ
ഇന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കണം. അടിമത്വം അനുഭവിക്കുന്നോ ജോലി അങ്ങനെ അടിമത്വം അനുഭവിക്കുന്നോ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ നമുക്ക് നിയോഗമുള്ളവർ ആ നേതൃത്വം പുറത്തു Oh, yes, yes, yes. Saba, Raba, Raba. നിയോഗമുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കുക. നിയോഗമുള്ളവർ പ്രാർത്ഥിക്കുക. നിയോഗമുള്ളവർ ദൈവനെ വെളിപ്പെടുത്തുന്ന ചില കടന്നു പോകുന്നവരാ, ചിലർ അങ്ങനെ കടന്നു പോകുന്നവരാ. ഞാൻ ഈ പറയുന്നത് കഥയല്ല, ഞാൻ ഈ പറയുന്നത് കടക്കഥയല്ല. ദൈവം എന്നെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഏതൊക്കെയോ ചില മേഖലകളിൽ നീ ഒരു അടിമത്തം അനുഭവിക്കുന്നുണ്ട്, നീ ഒരു അടിമത്തം അനുഭവിക്കുന്നുണ്ട്, നീ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്, നീ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. നീ ഞരങ്ങിയ നീ ഞരങ്ങിയ ഈ അവനത്തിന്റെ അകത്തുണ്ടെങ്കിൽ അഴിയട്ടെ, അവനത്തിന്റെ അകത്തുണ്ടെങ്കിൽ അഴിയട്ടെ, അഴിയട്ടെ, ജോലി അഴിയട്ടെ. നിയോഗം കിട്ടുന്നവർ പ്രാർത്ഥിച്ചോളാം. ഏതോ ചില മേഖലകളിൽ പോകുകയാണല്ലോ എന്നൊരു ചിന്ത ഭരിക്കുന്നവർ ഈ വചനം പ്രവർത്തിക്കുന്നു, വചനം ചെയ്യണം,
സ്വോത്രം. കയ്പിന്റെ അനുഭവങ്ങൾ മാറ്റും ദൈവം. മാറയെ മധുരമാക്കിയ ദൈവകൃപ ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. നീ ചില കയ്പിന്റെ അനുഭവത്തിൽ കടന്നു. വ്യക്തിപരമായി ഞാൻ തന്നെ കൈവച്ചൊന്നും ദൂത് പറയുന്നു. കയ്പിന്റെ അനുഭവത്തിലൂടെ പോകുന്നത് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു. ഇന്ന് പകലിൽ നീ വിശ്വസിക്കുക. ചില കയ്പിന്റെ അനുഭവത്തെ എന്റെ ദൈവം മധുരമുള്ളതാക്കി മാറ്റുന്ന സമയം വരുന്നു എന്ന് പരിശുദ്ധാത്മാവിടെ വിടുന്നു. അത് ഈ ഭവനത്തിലുണ്ടായി. കയ്പിന്റെ അനുഭവം മാറി. അടിമത്തത്തിന്റെ നടുവിലും അവള് നിലവിളിച്ചു. അടിമത്തത്തിലേക്ക് പ്രവേശിക്കാൻ പോവാ. അവള് നിലവിളിച്ചു. അവളുടെ നിലവിളിയും അവളുടെ വിഷയവും പ്രവാചകൻ ഏറ്റെടുത്തു. ആമേൻ, ആമേൻ. നിങ്ങൾ ആ വചനഭാഗം വായിക്കുമ്പോ വ്യക്തമായിട്ട് നമുക്കറിയാം കടഭാരം അല്ലെ. അങ്ങനെ വായിച്ച് ഇപ്പൊ കടക്കാരന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ എന്ത് ചെയ്യാ? കണ്ടോ, കടക്കാര് വന്നെന്ന് വെച്ചാൽ അവൾ അനുഭവിക്കുന്ന പ്രയാസം കടഭാരം. കടഭാരം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ഒരു ജയം വ്യാപരിക്കും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടക്കാരൻ എന്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകത്തക്കവണ്ണം അല്ലേ വന്നിരിക്കുക. ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങളിപ്പോ എന്റെ അടുത്ത് വന്ന് പറയാം, പാസേ ഒരു കടഭാരം എനിക്കുണ്ട്. നമ്മൾ ഒരാളോട് നമ്മൾ പറയാം, പാസേ ഒരു കടഭാരമുണ്ട്. അല്ലെ അച്ഛ, ഒരു കടഭാരമുണ്ട്. കടഭാരത്തിൽ ഞാൻ വല്ലാണ്ടിരിക്കുക. സ്വാഭാവികമായി കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം, അച്ഛാ എത്ര ഉണ്ട്? ഒരുപാടുണ്ടോ? എത്ര ഉണ്ട്? ഒരുപാടുണ്ടോ? എവിടുന്നൊക്കെയാ മേടിച്ചേ? അങ്ങനെ ചോദിച്ചാൽ നമ്മള് ആകെപ്പാടെ പ്രശ്നത്തിലാവും. ഏതാ? എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നമില്ല. എവിടുന്നൊക്കെയാ വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ നമ്മള് ചില പ്രശ്നത്തിലാകും. കാരണം എവിടുന്നൊക്കെയാ മേടിച്ചത് നമുക്ക് പോലും അറിയത്തില്ല. സ്വാഭാവിക ചോദ്യങ്ങളൊക്കെ ഇതല്ലേ? പക്ഷെ ഏലീശ ചോദിച്ചാൽ എന്നെ അറിയാം, നിന്റെ വീടിനകത്ത് തന്നെ ഉണ്ട്. ഹലോ, കടക്കാരന്റെ കുഞ്ഞിനെ അടിമയാക്കി പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായി ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒന്നുമല്ല അവിടെ വെളിപ്പെട്ടത്. ഹല്ലേലൂയ, നിന്റെ വീടിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് പ്രാരംഭത്തിൽ പറഞ്ഞത് ഭവനത്തിന്റെ അകത്താണ് വിടുതലെന്ന്. സൗകര്യമുണ്ടോ, ആഗ്രഹമുണ്ടോ, ഏറ്റെടുത്ത് ജയം പ്രാപിച്ചോളൂ. വചനം വിടുവിക്കുന്നത് പോലെ മറ്റൊന്നും വിടുവിക്കത്തില്ല. ശ്രദ്ധിച്ച് കേട്ടേ പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ തിരുവെടുത്ത് ഇങ്ങനെ എഴുതി, നിന്റെ ഭവനത്തിന്റെ അകത്തൊന്നുണ്ട്. സ്തോത്രം. നിന്റെ ഭവനത്തിന്റെ അകത്ത് എന്തോ ഉണ്ട്?
എന്തോ അത് നിന്റെ ഭവനത്തിന്റെ അകത്ത്? അവൾ പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയാം, ഒരു ഭരണി എണ്ണ. ഒരു ഭരണി എണ്ണ. ഈ ഒരു ഭരണി എണ്ണ കൊണ്ട് അവളുടെ കടം അവക്ക് വീട്ടാൻ കഴിയത്തില്ല. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഭവനത്തിന്റെ ഉള്ളറകൾ ദൈവത്തെ കാണിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിച്ചു കേൾക്കണേ. ഭവനത്തിന്റെ ഉള്ളിൽ ഉള്ളത് ഒരു ഭരണി എണ്ണ. പ്രവാചകൻ പറഞ്ഞു, നീ ഭവനത്തിന്റെ അകത്തോട്ട് പോകാനല്ല, നീ ആദ്യം അടുത്തുള്ള വീട്ടിലേക്ക് പോകും. അടുത്തുള്ള വീടുകളിലേക്ക് പോകണം. എന്ന് പറഞ്ഞു, ഒഴിഞ്ഞ പാത്രങ്ങൾ, എന്നാ പറഞ്ഞു, ഒഴിഞ്ഞ പാത്രങ്ങള് അവിടെയും ഒരു സാക്ഷ്യം നിൽക്കണം. ഈ സഹോദരി ഒരു മോശപ്പെട്ട സ്ത്രീ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാക്ഷ്യം നിലനിർത്താത്തൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ, പുള്ളി ചോദിക്കാൻ ചെന്നപ്പോഴേ അവര് വാതിലടച്ചു. എന്റെ ഒരു ചിന്തയാ, സാക്ഷ്യം നിലനിർത്താത്തൊരു സഹോദരി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? എന്റെ ഒരു ചിന്തയാ, അവക്ക് കൊടുക്കാൻ എല്ലാവരും മടിച്ച്. പക്ഷെ അയൽക്കാരെല്ലാം കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നല്ലേ. അവക്ക് ആവശ്യത്തിന് എന്തോ കിട്ടി? പാത്രം കിട്ടി. എന്നറിയാമോ, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ, സാഹചര്യം മോശമാണേലും അവൾ എങ്ങനെയുള്ളവളാണെന്ന് ഇവർക്കറിയാതെ. സാഹചര്യം മോശമാണെങ്കിലും ആ സഹോദരി അവൾ സാക്ഷ്യം സൂക്ഷിക്കുന്നവളായിരുന്നു എന്ന്, അവൾ നല്ല രീതിയിൽ ജീവിക്കുന്നവളായിരുന്നു എന്നൊരറിവ്. സാഹചര്യം മോശമാണ്, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ മോശം, പക്ഷേ ആ സാഹചര്യത്തിലും അവൾ വേറൊരു തീരുമാനങ്ങൾ അവൾ എടുത്തില്ല. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, അപ്പോൾ അവളെ ചെന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? അവക്ക് പാത്രങ്ങള്. അപ്പൊ അതിന്റെ നടുവിലും ആ അയൽപക്കക്കാരുമായിട്ടും അവളൊരു സാക്ഷ്യം സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ഒരുപാട് ആഴങ്ങൾ പറയേണ്ടി വരും. ഹല്ലേലൂയ സ്തോത്രം. സാക്ഷ്യം സൂക്ഷിച്ചു. ഇനിയും ഞാൻ മറ്റൊരു വെളിപ്പാടൂടെ പറയാം. എലീശ പ്രവാചകൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്നാ ഉണ്ട്? ഒരു ഭരണി എണ്ണ ഉണ്ട്. ഉള്ളത് നിറവാണ്, ഉള്ളത് നിറഞ്ഞായിരിക്കുന്ന ഒരു ഭരണിയോ എണ്ണയേ ഉള്ളു, പക്ഷെ അത് ഫുള്ളുണ്ട്. ഈ ഫുള്ളുള്ള ഭവനത്തിന്റെ അകത്ത്, നിറഞ്ഞിരിക്കുന്ന ഭവനത്തിന്റെ അകത്ത് ആ നിറമുള്ളത് കൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, പുറത്തു പോയിട്ട് കാലിപ്പാത്രം അപ്പൊ ഈ അകത്ത് നിറമില്ലാതെ വരുമ്പോഴാ പുറത്തു പോയി ഹലോ, നാളെ ഒരു ദൈവാസം ചോദിച്ചു പോലെ നിങ്ങളെല്ലാരും എടുക്കപ്പെടും. അകത്ത് നിറമുള്ളുമ്പോ പുറത്തുനിന്ന് എന്ത് മേടിച്ചാൽ മതി? കാലിപ്പാത്രം. ഈ അകത്ത് നിറമില്ലാതെ വരുമ്പോഴാ പുറത്തു പോയി നിറച്ചോണ്ട് വരേണ്ട ഗതികൾ. ഞാൻ നിങ്ങളോട് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. വെറും പാത്രം ആയോണ്ടല്ലേ കൊടുത്തേ? അവളെ ചെന്നിട്ട് പറയാ, ചേച്ചി ഒരു പാത്രം, ആ പാത്രത്തില് ഫുള്ള് എണ്ണയും കൂടെ.
എന്ന് പറഞ്ഞാൽ കിട്ടുമായിരുന്നു. മനസ്സിലാകുന്നില്ലേ? സ്വോത്രം. നിങ്ങൾ ഇപ്പോഴും ശിശുക്കളായിട്ടാണോ ഇരിക്കുന്നത്? വചനം പറയുന്നത് ഈ പൊരുളൊന്നും മനസ്സിലാകുന്നില്ലേ? വെറും പാത്രം ആയോണ്ടാ കൊടുത്തേ. വെറും പാത്രം കൊടുക്കാത്തത് വയൽക്കാരൻ ഞാൻ കൊണ്ടുപോകുന്നു. അല്ലേ? അങ്ങനെ പോലും രക്ഷപ്പെടണം. സ്വോത്രം. ശ്രദ്ധിച്ച് കേട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് വെറും പാത്രമായതുകൊണ്ട് പലരും കൊടുത്തു. അവളുടെ സാക്ഷ്യം അതുപോലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊടുത്തു. ഈ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അവർക്ക് അറിയാതിരിക്കും ചിലപ്പോൾ കൊടുത്താൽ തിരിച്ച് കിട്ടും. അതും അറിയാതിരിക്കും. ചിലത് കൊടുത്താൽ ആ നിങ്ങളെ അല്ലെന്ന് റൂമിലുള്ളവർ പിന്നെ എല്ലാം മൂടിയിരിക്കുന്ന അറിയത്തില്ല. നിങ്ങളെ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലതിന് കൊടുത്ത ചിലതിന് കൊടുത്താലും എന്ത് ചെയ്യത്തില്ല. ഇനി ചിലതിനൊക്കെ കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നതോ കൈയും കാലും ഉള്ളതായിരിക്കും. നമ്മൾ കൊടുത്ത് തിരിച്ചു വരുമ്പോ കാല് കാണത്തില്ല, കൈ കാണും. ചിലപ്പോ കൈയും കാലും കാണത്തില്ല, തല മാത്രമേ. അന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാ മേഖലകളിലും വെച്ച് പഠിച്ചു നോക്കുമ്പോൾ ഇവൾക്ക് കൊടുക്കാൻ കൊള്ളാം. ഇവക്ക് കൊടുത്താൽ അത് സുരക്ഷിതമാ. അവള് തിരിച്ചേൽപ്പിക്കും. അവള് വിശ്വസ്തതയുള്ളവളാ, അവളുടെ സാക്ഷ്യമുള്ളവളാ എന്നൊരു തോന്നൽ അവർക്കുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കുക. കാരണം ഇങ്ങനെയൊക്കെ ചിന്തിച്ചാല് നമുക്ക് നമ്മളെ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളും കൂടെ ശരി, ഉമ്മ കേട്ടോണ്ടിരുന്നാൽ പോരല്ലോ, നമ്മളും കൂടെ ശരിയാകും. അതിനുകൊണ്ട് ഇത് പറയുന്നത്. അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ അല്ലെങ്കിൽ അകത്ത് നിറവുണ്ടെങ്കിൽ പുറത്തു പോയി നിറയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. അതൊരു വെളിപ്പാടാ. പ്രാർത്ഥിച്ചേറ്റെടുത്തോളാം. അകത്ത് നിറവില്ലായിരുന്നു ഇവരെന്ത് ചെയ്തേനെ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അകത്തൊരു നിറവില്ലായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്തേനെ എന്ന്. മറ്റൊരു വഴി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് സത്യമാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ദൈവം ചെയ്യും. പക്ഷെങ്കിൽ ഈ വചനാടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ഏലിയാ പ്രവാചകന്റെ ചോദ്യം, നിന്റെ വീടിന്റെ അകത്ത് എന്നാ ഉണ്ടോ? ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു മറുപടിയുടെ അല്ലെങ്കിൽ വില കുറവ് നിങ്ങളൊന്ന് ആലോചിച്ച് അതെന്തൊരു ഹല്ലേലൂയ താഴ്ന്ന മറുപടി ആയിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇന്ന് പകൽക്കാലം അകത്തു നിറവുണ്ടെങ്കിൽ വിടുതലുണ്ട്. മറക്കരുത്. അങ്ങനെ വെളിയിൽ പോയി നിറയ്ക്കാതിരിക്കാതെ ഇന്ന് അകത്ത് നിറയാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ ഭവനത്തിന്റെ അകത്ത് നീ നിറയാൻ തയ്യാറാണെങ്കിൽ എന്നോട് സമയം തീരുക. വേഗത്തിൽ ഓടിച്ചു നിർത്തി നമുക്ക് അല്പനേരം ആത്മാവിൽ ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, പാത്രങ്ങൾ മേടിച്ചപ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞു, നീയും നിന്റെ മക്കളും കൂടെ മുറിക്കകത്ത് കയറ്. ഞാൻ ഓടിച്ചങ്ങ് വിടുക. അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ. ആ സഹോദരി എന്ത് ചെയ്തു? പകർന്നു. അല്ലേ? കുഞ്ഞുങ്ങള് പാത്രം വെച്ച് കൊടുത്തു. ആ സഹോദരി എന്ത് ചെയ്തു? പകർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുന്നത്. ഹല്ലേലൂയ. ആ സഹോദരി പകർന്നു. കുഞ്ഞുങ്ങൾ പാത്രം വെച്ചു കൊടുത്തു. കണ്ടോ? ഹല്ലേലൂയ. കുടുംബമായിട്ടുള്ള അവരുടെ ആ സ്നേഹം കണ്ടോ? അവരുടെ ആ ഒരു ഐക്യത കണ്ടോ? അമ്മ പകർന്നപ്പോ കുഞ്ഞുങ്ങൾ പാത്രം വെച്ച് കൊടുത്തു. ഹല്ലേലൂയ. ഒരു പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ മാത്രം അവരൊരുമിച്ച് നിന്നതല്ല. അല്ലാത്തപ്പോഴും അവരെ കുറിച്ച് നല്ലത് പറയാനാ ഉള്ളത്. അല്ലാത്തപ്പോഴും അവരൊരുമിച്ച് നിന്നത്. ഹല്ലേലൂയ. അമ്മയെ തനിച്ചാക്കാൻ കുഞ്ഞുങ്ങൾക്കും, കുഞ്ഞുങ്ങളെ തനിച്ചാക്കാൻ അമ്മയ്ക്കും മനസ്സില്ല. അവരൊരുമിച്ച് നിന്ന് ഹല്ലേലൂയ എന്ത് ചെയ്തത്?
അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിച്ചത് ശ്രദ്ധിച്ചു കേൾക്കണമേ. കുടുംബത്തിന്റെ ഐക്യത വലുതാ. ദൈവത്തിന്റെ വചനം അവരെ മുറിക്കകത്തോട്ട് കയറ്റി. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ദൈവവും ഒരു കുടുംബവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇടയ്ക്ക് പ്രവാചകന് പോലും സ്ഥാനമില്ല. നിങ്ങളത് തിരിച്ചറിയണം, നിങ്ങളത് മനസ്സിലാക്കണം. ദൈവവുമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിന്റെ അകത്ത് ഒരു ഉപദേശിക്ക് സ്ഥാനമില്ല, ഒരു വ്യക്തിക്ക് സ്ഥാനമില്ല. എലീശ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തല്ലോ, എങ്കിലും മുറിക്കകത്തോട്ട് കയറ്. അതിന്റെ അകത്തോട്ട് കയറാൻ എനിക്ക് അനുവാദമില്ല. നിങ്ങൾ കയറുമ്പോൾ, ഞാൻ വരുന്നതിന് പകരം നിങ്ങൾ കയറുമ്പോൾ എന്റെ സാന്നിധ്യം ഞാൻ അവിടെ കാണത്തില്ലായിരിക്കാം. പക്ഷേ എന്നോട് പറഞ്ഞൊരു ദൈവം ആ മുറിക്കകത്തുണ്ട്, എന്നോട് പറഞ്ഞൊരു ദൈവം ആ വീടിന്റെ അകത്തുണ്ട്, എന്നോട് പറഞ്ഞ ദൈവം ആ വീടിന്റെ അകത്തുണ്ട്. ഞാൻ ഇന്ന് പകലൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. കുടുംബത്തിന്റെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ഭരണി ഇരിക്കുന്ന എണ്ണ, തകർച്ച നടക്കുന്ന എണ്ണ, ഞാനൊരു പ്രാർത്ഥനയായിട്ടൊക്കെ പറയുകയാണ്. ഒരുമിച്ചിരുന്ന് ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ പകർച്ച നടക്കും, അവിടെ ദൈവം നടക്കും, അവിടെ എത്ര പേർക്ക് അത് അവന് പറയാൻ പറ്റും? ഒരപ്പനും ഒരമ്മയും ഒരു മക്കളും ചേർന്നിരുന്ന പ്രാർത്ഥനയുടെ പവർ എന്ന് പറയുന്നത് ചെറുതല്ല. ഒരു വ്യക്തി പുറത്തുനിന്ന് വന്ന് പ്രാർത്ഥിക്കുന്നതിനെ കാട്ടിലും അനുഗ്രഹമാണ് കുടുംബത്തിന്റെ ആകത്തുള്ളവരെ നീങ്ങുന്നത്. ഒരുമിച്ച് ആ ഒരു അന്തരീക്ഷം ഇല്ലാത്തവർ ഈ ദൂരിന്റെ മുമ്പിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കത്തക്കവണ്ണമുള്ള ഒരു കുടുംബത്തിന്റെ അകത്ത് സർവശക്തൻ കൊണ്ടുവരുന്നവേ എന്ന് ചിലരോട് പ്രാർത്ഥിക്കാൻ പറയാൻ ദൈവാത്മാവിനെ നിയോഗിക്കുകയാണ്. യേശുവിന്റെ പണ്ടൊക്കെ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു, ഇപ്പോ സന്ധ്യയുണ്ട്. ഉള്ള കുടുംബമുണ്ട്. ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന ഉള്ളവരാണ്, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലരുടെ സന്ധ്യ രാത്രി 10 മണിക്കാണ്, ചിലരുടെ സന്ധ്യ സാഹചര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ ഞാൻ കുറ്റം പറയത്തില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് അച്ചായന്മാരൊക്കെ വരുമ്പം ചിലപ്പോൾ ലേറ്റ് ആയാൽ അവർക്ക് അല്പം താമസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം ചെയ്യുക. എന്നാൽ 6:30 7 മണിക്ക് വീട്ടിൽ വന്നാൽ 7:30 പ്രാർത്ഥിക്കാൻ പറ്റാത്ത വലിയ TV നോക്കി സീരിയലും നോക്കി ഇരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. എടുക്കപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ? സ്തോത്രം. അല്ലെങ്കിൽ എത്രയോ പേരെ എനിക്കറിയാം. ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. പണ്ടൊക്കെ സന്ധ്യാപ്രാർത്ഥന എനിക്കറിയാം. ഒരു അപ്പച്ചൻ, ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ചെങ്ങാറുമലയുള്ളതാ ഒരപ്പച്ചൻ. അവരുടെ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം 7 മണിക്ക് തുടങ്ങിയ 9 മണിയാവും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക, 7 മണിക്ക് തുടങ്ങിയ 9 മണിയാകുമ്പോഴേ സന്ധ്യാപ്രാർത്ഥന തീരത്തുള്ളൂ. അതിനകത്ത് എഴുന്നേക്കാൻ അപ്പച്ചൻ എന്ത് ചെയ്തില്ല, അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നോ പ്രാർത്ഥിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടി. അല്പസമയം മുമ്പോട്ട് പോയാൽ പറയും, ഒരാള് പ്രാർത്ഥിച്ചാൽ മതി. ഒരാള് പ്രാർത്ഥിച്ചാൽ സമയം എന്ത് ചെയ്തു, മുമ്പോട്ട് പോയി. ഹല്ലേലൂയ. കേട്ടോ, തൂത് ഇവിടെ തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഏക്കുന്നത് അതുകൊണ്ടാ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിർത്തുക. ഹല്ലേലൂയ. ഞാനങ്ങ് സമാധാനപ്പെടുക. ശ്രദ്ധിച്ച് കേട്ടേ. ഹല്ലേലൂയ. ആ ഭവനത്തിന്റെ അകത്ത് അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് അവരാ ശുശ്രൂഷയിൽ പങ്കെടുത്തു. നിങ്ങൾക്കറിയാമല്ലോ ചരിത്രം, വായിച്ചു കേട്ടല്ലോ. അവർക്ക്
ആ വായ്പ മേടിച്ച ഭരണി മൊത്തം നിറഞ്ഞു. അവിടെ ഒത്തിരി ഭാഗം എനിക്ക് പറയാനുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പറയാത്തെ. ഒത്തിരി ഹല്ലേലൂയ ഭാഗം അവിടെ വെളിപ്പെടുത്താനുള്ള ഒത്തിരി വെളിപ്പാടുണ്ട് അവിടെ. പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ സ്തോത്രം. എലീശ പ്രവാചകൻ പറഞ്ഞു, ഈ എണ്ണ പോയി വിറ്റ് കടം വീട്ടിട്ട് ബാക്കി നിന്റെ ഉപജീവനത്തിനായി ഒരാമയം പറഞ്ഞു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എനിക്ക് അപ്പോഴാ മനസ്സിലായത് എന്തുകൊണ്ടാ പ്രവാചകൻ എത്ര രൂപ കടവുണ്ട്, എവിടുന്നൊക്കെ കടവുണ്ടെന്ന് ചോദിക്കാഞ്ഞതിന്റെ കാരണം എനിക്ക് ആ പാരഗ്രാഫ് വായിച്ചു തീർന്നപ്പോഴാ ആത്മാവെന്നെ വെളിപ്പെടുത്തിയത്. അല്ലെങ്കിൽ എലീശ പ്രവാചകന് കടം മാത്രം മാറ്റാനല്ലായിരുന്നു ദൈവത്തിന് ഉദ്ദേശം. അവർ ഒരു പുതിയ ഉപജീവന മാർഗം, പുതിയ നന്മയുടെ മാർഗം, മുൻപോട്ട് പോകാനുള്ള മാർഗം വരെ അതിൻ്റെ അകത്ത് സൃഷ്ടിക്കപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പ്രവാചകന് മനസ്സിലായത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഭവനത്തിന്റെ അത്രവർക്ക് മനസ്സിലായി. എന്നോട് ദൈവാത്മാവ് പറയാ, ഭവനത്തിന്റെ അകത്ത് വിഷയം മാത്രം മാറുകയില്ല. ദൈവം നിനക്ക് മുൻപോട്ട് പോകാനുള്ള ചില ക്രമീകരണങ്ങൾ കൂടി ഒരുക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ വേർതിരിച്ച് വെളിപ്പാട് പറയുകയാ. അത് വിശ്വസിക്കുന്നവനാമേൻ പറഞ്ഞ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ. ഇത്ര നേരം ഇരിക്കല്ലേ, നമ്മൾ എഴുന്നേറ്റ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ എല്ലാരും ഒന്നൊന്ന് ഫ്രീ ആകട്ടെ. കണ്ണുകൾ അടച്ചേ ഒരു നിമിഷം, എല്ലാ കണ്ണുകളും അടച്ചേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമത്തിൽ